ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞാൻ ടോസ്റ്ററിൻ്റെ അകത്തേക്ക് ബ്രെഡൊക്കെ വെച്ച് കൊടുക്കണതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനിത് കാണിച്ചിട്ടുണ്ട്. ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും മുട്ട ചിക്കി പൊരിച്ചതും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ബ്രേക്ക്ഫാസ്റ്റിനായാലും വൈകുന്നേരം ആയാലും എപ്പോൾ കൊടുത്താലും കഴിച്ചോളും. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യണ്ട. അപ്പം ഞാൻ അപ്പുറത്ത് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ സവാളയും പച്ചമുളകും വാട്ടിക്കൊണ്ടിരിക്കണ്ടായിട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വാടി വന്നപ്പോൾ അതിലേക്ക് വേപ്പിലയും തക്കാളിയും ആണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മൾ എടുക്കണ മുട്ടയുടെ അളവനുസരിച്ച് സവാള, പച്ചമുളക്, തക്കാളി ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ 4 മുട്ടയാണ് എടുത്തത്. അപ്പോൾ അതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായി. അങ്ങനെ പിന്നെ ഇതിന് നന്നായിട്ട് കുത്തി ചിക്കി പൊരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്ത ബ്രെഡിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഫില്ലിങ്സ് ആയിട്ട് വെച്ച് കൊടുത്തിട്ട് വേറൊരു ബ്രെഡും കൂടി വെച്ചിട്ട് അങ്ങനെ കഴിക്കുകയാണ് ചെയ്യണത്. ഇതിപ്പോൾ ടോസ്റ്ററിൽ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. നമുക്ക് പാനിൽ വെച്ചിട്ടും ബ്രെഡ് ഇതുപോലെ ചൂടാക്കി എടുത്താൽ മതി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഇന്ന് കറി വയ്ക്കാനായിട്ട് മീനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ചൂരയാണ്. അപ്പോൾ അത് ഐസ് പോകാനായിട്ട് ഞാനതെടുത്ത് ചട്ടിയിലിട്ട് അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറേ വിറകൊക്കെ ഉണങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിപ്പോൾ ഒരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെതൽ കയറുന്നുണ്ട്. അപ്പം വെയിലും മഴയൊക്കെ അങ്ങനെ മാറി മാറി കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ ചെതലിട്ട് പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇന്ന് പുറത്ത് തീ കത്തിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറേ വിറകൊക്കെ ഉണങ്ങിയത് കൊണ്ടുപോയി അവിടെ തീ കത്തിക്കണം. അപ്പോൾ ഇന്ന് ചോറ് അവിടെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോയി തീയൊക്കെ കത്തിച്ച് അവിടെ അരിയൊക്കെ വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് മീൻ ക്ലീൻ ആക്കാനായിട്ട് പോയി. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് പീസ് എടുത്തിട്ട് ഫ്രൈ ചെയ്യാനും ബാക്കി തലവാല അങ്ങനത്തെയൊക്കെ പീസുകളൊക്കെ ഇട്ടിട്ട് കറി വയ്ക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ദശക്കട്ടിയുള്ള മീനായതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്യണതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, 2 ചുവന്നുള്ളി, കുരുമുളക് ഇതെല്ലാം അരച്ച് പേസ്റ്റാക്കി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കട്ടിയുള്ള മീനുകളാണെങ്കിൽ ഞാൻ അങ്ങനെ മസാല ചേർക്കും. അതല്ലെങ്കിൽ ചെറിയ മീനുകളൊക്കെ ആണെങ്കിൽ സാധാരണ പോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെ ചെറിയ മസാലയിലാണ് ഫ്രൈ ചെയ്യാറ്. അങ്ങനെ മീനൊക്കെ മസാല വെച്ചു. പിന്നെ കറി വയ്ക്കാനായിട്ട് കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഏത്തക്കായ ഇട്ടിട്ട് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കായ് അരിഞ്ഞ് കറ കളഞ്ഞ് അതും ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇപ്പോൾ ഇട്ട് കൊടുത്തത് ഉലുവ കേട്ടോ. ഉലുവ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ചീനച്ചട്ടിയിലിട്ട് വറുത്ത് പൊടിച്ച പൊടിയാണ്. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരപ്പ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പുളി, കുടംപുളിയാണ്. അത് ഉപ്പും വെള്ളം ഒഴിച്ച് അതും പുളി ഇളകാനായിട്ട് അതും വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി ചൂടാക്കിയിട്ട് ഉലുവ വെറുതെ ഒരു 2-3 ഉലുവ ഒന്ന് പൊട്ടി അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളക് കൂട്ടുണ്ടല്ലോ, വേപ്പില, അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ട്. ഇപ്പോൾ കിട്ടണ വെളുത്തുള്ളി നല്ല വലിയ വെളുത്തുള്ളി ആട്ടോ. കാരണം അത് ക്ലീൻ ചെയ്യാൻ നല്ല ഈസിയാണ്. അല്ലെങ്കിൽ വെളുത്തുള്ളി ക്ലീൻ ആക്കണത് ഒരു മടിയാണ്. ഇപ്പോൾ ഭയങ്കര ഈസിയാണ്. ഒരു അല്ലി വെളുത്തുള്ളി തന്നെ ഉണ്ടെങ്കിൽ തന്നെ അത് അരിയുമ്പോൾ കുറേ ഉണ്ട് കേട്ടോ. വലിയ വെളുത്തുള്ളിയാണ് ഇപ്പോൾ കിട്ടണത്. അങ്ങനെ അതൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കുഴമ്പാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ ഈ പൊടി വേഗം കത്തി കരിഞ്ഞു പോവുകയില്ല. ഇതിനൊരു കുറുകൽ കിട്ടും കേട്ടോ. നമുക്കൊരു അരച്ചൊഴിച്ചൊരു കുറുകൽ കിട്ടും. നമ്മൾ വേറെ നേരെ പൊടി ഇടുകയാണെങ്കിൽ അങ്ങനെ കിട്ടില്ല കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്തി ചേർക്കണത് നല്ലതായിരിക്കും. അപ്പോൾ ഈ മുളക് പൊടി ഞാൻ പകുതി സാധാരണ മുളക് പൊടിയും ബാക്കി കാശ്മീരിയാണ് കേട്ടോ ചേർത്തേക്കുന്നത്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇനി ആ അരപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വലിയ മീനിൻ്റെയൊക്കെ തലകളൊക്കെ കറി വയ്ക്കാൻ നേരത്ത് ഇങ്ങനത്തെ ഈ ഒരു രീതിയിൽ കറി വെച്ചാൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഏട്ടക്കൂരിയൊക്കെ തല കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ കായിട്ടിട്ട് അതിനകത്ത് കൂടുതൽ കായ് ഇടണം. അപ്പോൾ നമുക്ക് ആ കായ് ഇങ്ങനെ അത് ചോറിൻ്റെ കൂടെ കഴിക്കാനല്ല, അത് വെറുതെ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും അങ്ങനെ കറി വയ്ക്കുകയാണെങ്കിൽ. ഇതിപ്പോൾ ചോറിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ കായാണ് ഇട്ടിട്ടുള്ളൂ.
മറ്റേ ഏട്ടക്കൂരി വയ്ക്കുമ്പോൾ ചിലർ പെരിഞ്ജീരകമൊക്കെ ഇടും കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഇടാറില്ല. അതങ്ങനെ ചായക്കൊക്കെ വേണ്ടി ചിലർ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ തലക്കറികളൊക്കെ ഈ രീതിയിൽ വെച്ചാൽ നന്നായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, പറയാൻ വന്നത് അതാണ്. പിന്നെ അരപ്പൊക്കെ റെഡിയായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് പുളി വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കഷ്ണങ്ങളും ഇട്ട് ഏത്തക്കായൻ്റെ കഷ്ണങ്ങളും കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് മൂടി വേവിക്കാനായിട്ട് വെക്കും. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ടായിട്ടോ. അപ്പോൾ ആ അടുപ്പിലേക്ക് തന്നെയാണ് ഞാൻ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മീൻ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുറത്തെ വിറകടുപ്പിൽ മീൻ ഫ്രൈ ചെയ്തത് കഴിക്കാൻ. അപ്പോൾ ഞാനിങ്ങനെ തീയുള്ള സമയത്താണെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് പുറമൊക്കെ നന്നായിട്ട് മുരിഞ്ഞും കിട്ടും, അകത്ത് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും കേട്ടോ. നല്ല ടേസ്റ്റോട് കൂടി കിട്ടും. നമ്മൾ ഗ്യാസിൽ എത്ര ചെയ്താലും അങ്ങനത്തെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ നല്ല തീയും കനലൊക്കെ കണ്ടായിരുന്നു അങ്ങനെ പുറത്ത് ഫ്രൈ ചെയ്തെടുത്തതാണ്. ആ സമയം കൊണ്ട് കയറി വന്നപ്പോഴത്തേനും മീനിൻ്റെ മുക്കാൽ വേവായിട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വേപ്പിലയും പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും കൂടി മൂടി വെച്ചു. കുറേ സമയം കഴിയുമ്പോൾ നമ്മുടെ മീൻ കറി ഈ രീതിയിൽ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.